ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ പ്രതികരണവുമായി രമേശ് പിഷാരടി. പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പോലീസും സിസ്റ്റവും അതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കണമെന്ന് പാലക്കാട് UDF സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടു. കേട്ടിട്ടുള്ളത് ചൂഷണം ചെയ്ത പെൺകുട്ടിക്ക് കൃത്യമായും നീതി ലഭിക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ പോലീസും സിസ്റ്റംസും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. എന്താണോ നടപ്പിലാക്കേണ്ടത് ആ നീതി കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പക്ഷം. പ്രവർത്തകൻ എന്ന നിലയിൽ പ്രശോഭ് പ്രചരണത്തിന് വന്നിരുന്നു. വ്യക്തിപരമായി പരിചയപ്പെട്ടിട്ടില്ല. ഖേദകരമായ വാർത്തയാണിത്. ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട ആരോപണം ജനം നോക്കുമെന്ന് തോന്നുന്നില്ലെന്നും പിഷാരടി പറഞ്ഞു. ഇപ്പോ അങ്ങയുടെ കൂടെ കഴിഞ്ഞ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന പ്രശോഭ് സി വത്സൻ, അദ്ദേഹത്തിനെതിരെ ഒരു പെൺകുട്ടി ലൈംഗിക പീഡന പരാതി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണ്? ഞാനിവിടെ എത്തിയിട്ട് ഏകദേശം 10 ദിവസം ആകുന്നു. ഞാനിവിടെ വന്ന ശേഷം ഇവിടെ നമ്മൾ പ്രചരണത്തിന് ഇറങ്ങുമ്പം മണ്ഡലം പ്രസിഡന്റുമാർ, കമ്മിറ്റിക്കാർ അങ്ങനെ ഭാഗം തിരിച്ച് ഓരോ സ്ഥലങ്ങളിൽ അതാത് പ്രദേശങ്ങളിലെ ആളുകൾ വരാറുണ്ട്. ഞാൻ പലരെയും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അത്തരത്തിൽ ഇദ്ദേഹവും ഞാനിപ്പോൾ ചിത്രങ്ങൾ കണ്ടപ്പം നമ്മുടെ കൂടെ പ്രചരണമാർത്ഥം ഇവിടുത്തെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ വ്യക്തിപരമായി ഇവിടെ വന്ന ശേഷം ഒരാളെയും അങ്ങനെ കാര്യമായി പരിചയപ്പെട്ട് നിൽക്കാനുള്ള അവസരങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഈ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് എൻ്റെ കൂടെ 2 ദിവസം ഉണ്ടായിരുന്നു, പ്രചരണത്തിനുണ്ടായിരുന്നു എന്ന് കണ്ടത്. വളരെ ഖേദകരമായ വാർത്തയാണ് കേട്ടിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് തോന്നുന്നത് കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലും അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണത്തിൻ്റെ ഒരു തിരഞ്ഞെടുക്കലുമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു അലിഗേഷൻ അത്ര കണ്ട് ജനങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചിന്തിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് കൃത്യമായ നീതി ലഭിക്കണം. അവരുടെ ഭാഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, അവരോടൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും കോടതിയും പോലീസും എല്ലാം വേണ്ട നടപടികൾ കൈക്കൊള്ളണം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.